കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പുതിയ ആരോപണവുമായി ബിജെപി നേതാവ് ഷോൺ ജോർജ് രംഗത്ത്. 2008 ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദായനികുതി വകുപ്പ് അന്വേഷണത്തിൽ പിണറായി വിജയൻ ക്ലീൻ ചിറ്റ് നൽകിയ ആർ മോഹൻ എന്ന ഉദ്യോഗസ്ഥൻ നിലവിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. വർഷങ്ങളായി ഈ ആദായനികുതി വകുപ്പ് മുൻ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണെന്നും ഷോൺ ചൂണ്ടിക്കാട്ടി. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ വിഷയം ഞാനിത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയിൽ സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ എൻ്റെ കൈകൾ പരിശുദ്ധമാണ്. ആദ്യം പറഞ്ഞത് ഒരു കമല ഇൻ്റർനാഷണലിനെ കുറിച്ചാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു SLC ലാവിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എൻ്റെ കൈകൾ പരിശുദ്ധമാണ്, എൻ്റെ തല ഉയർന്നു തന്നെ ഇരിക്കും. കൂടാതെ വഴിയിൽ കാണുന്ന വസ്തുക്കളൊക്കെ എൻ്റെയാണ്. കൊട്ടാരം പോലൊരു വീട്, അങ്ങനെ അതിനൊരു വീട് കാണിച്ചു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ അന്ന് കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊരു കേസ് പഴയത് കിടപ്പുണ്ടല്ലോ എന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആ കേസിൻ്റെ ഫയലെടുക്കുകയും എൻ്റെ ഡോക്യുമെൻസിലൂടെ പോവുകയും എൻ്റെ എക്സ്പെർട്സ് ഉൾപ്പെടെയുള്ള ഇത് അതിൻ്റെ എക്സ്പെർട്ടാണ് ഡോക്യുമെൻസിലൂടെ പോവുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ്റെ പേരിലേക്ക് എൻ്റെ ഒരു ശ്രദ്ധ പതിഞ്ഞു. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച നന്നായിരിക്കും. ആർ മോഹനൻ, അഡീഷണൽ ഇൻകം ടാക്സ് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്, കൊച്ചി. ഞാൻ പറഞ്ഞ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഓഫീസ് ബേഴ്സിൻ്റെ ലിസ്റ്റാണ്. ഇനി കോപ്പിയും കൂടെ തരുന്നു. ഇതിൻ്റെ കോപ്പി കൂടെ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു. സച്ചിൻ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ 4ാം സ്ഥാനക്കാരനായി കാണുന്ന വ്യക്തി ആർ മോഹനൻ തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ഈ ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ ആർ മോഹനൻ. ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതേ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വർഷങ്ങളായി, 1-2 അല്ല, വർഷങ്ങളായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. സ്വാഭാവികമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിന്മേലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഇടപാടിന്മേലും അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഞാൻ പരാതി നൽകും. കാരണം ഇത് സംശയിക്കേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രിക്ക് എതിരെ അനുകൂലമായി മുഖ്യമന്ത്രിയെ ഹൈക്കോടതിയിൽ പെൻഡിങ് ഉണ്ടായിരുന്ന ഒരു കേസിൽ മുഖ്യമന്ത്രി നിരപരാധി ആണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കേണ്ടതാണ്, സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉൾപ്പെടെ നിൽക്കുന്ന കേസാണ്. പക്ഷേ അങ്ങനെ ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെ ആ കുറ്റാരോപിതനായ വ്യക്തി പേഴ്സണൽ സ്റ്റാഫിൽ വർഷങ്ങളായി നിയമിച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം നേരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എത്തി. അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഇത് ക്രൈം നന്ദകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചാൽ ഈ കേസ് പുനരന്വേഷണത്തിന് ഓർഡർ കിട്ടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു വിഷയമാണല്ലോ, SLC ലാവിൽ മുഖ്യമന്ത്രിയെ എന്നാ ചെയ്തു? SLC ലാവിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് അനുകൂലമായ ഈ കൈകൾ ഇത് മറന്നുപോയത്? ഈ കമല ഇൻ്റർനാഷണൽ എല്ലാവരും മറന്നുപോയായിരുന്നു. ഇത് ഓർപ്പിച്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ്, സഭയെ തന്നെ നമ്മൾ ഓർപ്പിച്ചു. അവിടെ നിന്നാണ് ഈ പരാതി എടുക്കുകയും ഈ ഡോക്യുമെന്റ്സ് കൈ കിട്ടുകയും ദൈവം അനുഗ്രഹിച്ചാണ് ഈ പേര് എവിടെയോ സ്ട്രൈക്ക് ചെയ്ത്. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.